വസ്ത്രമില്ലാതെ നഗ്നരായി നാം എല്ലാം ജനിച്ചു. ഈ നിർധനാവസ്ഥയിൽ തന്നെയാണ് പ്രപഞ്ചത്തിന്റെ ആദികരണം നാം ദർശിച്ചതും. താൻ ജന്മം നൽകിയ അതേ അവസ്ഥയിൽ പ്രകൃതി നമ്മെ തിരിച്ചു വിളിക്കുന്നു. വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം അതിനെക്കുറിച്ച് പറഞ്ഞ പ്രകാരമാണ്: വിശേഷ ബുദ്ധിയില്ലാത്ത മൃഗങ്ങളെക്കാൾ നാം ക്രൂരന്മാരാവരുത്. മൃഗങ്ങൾ അവയ്ക്കുള്ളവെല്ലാം, ഭൂമി, സൂര്യൻ, അരുവികൾ, പുൽത്തകടികൾ, കുന്നുകൾ, മരത്തോപ്പുകൾ മുതലായവയെല്ലാം പൊതുവായി അനുഭവിക്കുന്നു. ഏതെങ്കിലും ഒരു മൃഗത്തിന് മറ്റൊന്നിനെ അപേക്ഷിച്ച് അധികമായി യാതൊന്നുമില്ല. ഡിഡാക്കെ എന്ന പുസ്തകത്തിൽ ദാനധർമ്മത്തെ കുറിച്ച് വെളിപ്പെടുത്തിയ പ്രകാരമാണ്: ആവശ്യക്കാരിൽ നിന്ന് മുഖം തിരിക്കരുത്, നിനക്കുള്ളത് നിന്റെ സഹോദരനുമായി പങ്കുവെക്കുക, ഇത് എന്റെ സ്വന്തം ധനമാണ് എന്ന് നീ പറയരുത്. നിങ്ങൾ അനശ്വരമായവയുടെ പങ്കുകാരാണെങ്കിൽ നശ്വരമായത് വളരെ അധികമായി പങ്കുവെക്കണം. വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം വീണ്ടും പഠിപ്പിക്കുന്നു: എനിക്ക് സ്വന്തമായുള്ളത് ചെലവഴിച്ച് ഞാൻ സുഖമായി ജീവിക്കുന്നു എന്ന് നീ പറയരുത്. കാരണം അവ നിന്റെ സ്വന്തമല്ല, അവ നിനക്കും നിന്റെ സഹപ്രവർത്തകർക്കും പൊതുവായുള്ളതാണ്. ഭൂമി, സൂര്യൻ മുതലായവയെല്ലാം പൊതുവായിരിക്കുന്നത് പോലെ തന്നെ. വിശുദ്ധ ബേസിൽ വീണ്ടും പഠിപ്പിക്കുകയാണ്: ഒരുവന്റെ വസ്ത്രം സ്വന്തമാക്കുന്നവനെ കള്ളൻ എന്ന് വിളിക്കുന്നു. സാധിക്കുമായിരുന്നത് നഗ്നനെ ഉടുപ്പിക്കുവാൻ തുനിയാത്തവന് ഇതിനേക്കാളും യോജിച്ച മറ്റൊരു പേരുണ്ടോ? നിന്റെ അറപ്പുരകളിൽ ശേഖരിച്ചു വെച്ചിരിക്കുന്നത് ദരിദ്രന്റെ അന്നെന്നുള്ള അപ്പമാണ്. നിന്റെ അലമാരകളിൽ കുന്നുകൂടിയിരിക്കുന്ന വസ്ത്രങ്ങൾ ഉടുതുണിയില്ലാത്തവരുടേതാണ്. നിങ്ങളുടെ വീട്ടിൽ പൊടി പിടിച്ചിരിക്കുന്ന പാദരക്ഷകൾ നഗ്ന പാദരുടേതാണ്. നിങ്ങൾ പൂഴ്ചു വെച്ചിരിക്കുന്ന പണം ദാരിദ്ര്യത്തിന് ഇരയായവരുടേതാണ്. അങ്ങനെ നിങ്ങളുടെ സമ്പത്ത് കൊണ്ട് ആരെയൊക്കെ രക്ഷിക്കാമായിരുന്നോ അവരെല്ലാം നിങ്ങൾ അടിച്ചമർത്തുകയായിരുന്നു. പറയൂ, നിങ്ങൾക്ക് അവകാശമായി എന്താണുള്ളത്? പറയൂ, നിന്റേതാക്കി വെച്ചിരിക്കുന്നതെല്ലാം നിനക്ക് എവിടെ നിന്ന് കിട്ടി? ലേവ്യർ 25:23. ഭൂമി എന്റേതാണ്, നിങ്ങൾ പരദേശികളും എന്റെ കുടികിടപ്പുകാരുമാണ്. ഭൂമി എന്റേതാണ്, സ്വത്ത് എന്റേതാണ്, സമ്പത്ത് എന്റേതാണ്, നിങ്ങൾ പരദേശികളും എന്റെ കുടികിടപ്പുകാരുമാണ്. ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, അവിടുത്തെ കരുണയാൽ പരിശുദ്ധാത്മാവിനെ വർഷിച്ച് കുരുട് പിടിച്ച ഞങ്ങളുടെ കണ്ണുകളെ തുറന്നു തരണമേ. സ്വാർത്ഥത കൊണ്ടും ലോപം കൊണ്ടും ചുരുണ്ടുപോയ ഞങ്ങളുടെ കൈകളെ പരസ്നേഹത്താൽ അവിടുന്ന് നിവർത്തണമേ. കർത്താവേ, ഞങ്ങൾക്കുള്ളത് പങ്കുവെക്കാൻ തക്കവിധം ഞങ്ങളുടെ ഹൃദയത്തിന്റെ അന്തരാളങ്ങളിൽ പരിശുദ്ധാത്മാവിനെ വർഷിച്ച് തുറവിയും സ്നേഹവും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ ദാനധർമ്മം ചെയ്യാതെ ശാപത്തിന്റെ മേൽ ശാപം കുന്നുകൂട്ടിയ ഞങ്ങളുടെ ജീവിത രീതികളെ ഓർത്ത് ഈ നിമിഷങ്ങളിൽ അനുഭവിക്കുന്നു. കരുണയോടെ ഇടപെട്ട് സ്വാർത്ഥതയുടെയും തന്നിഷ്ടത്തിന്റെയും അഹങ്കാരത്തിന്റെയും ജീവിത രീതികളെ അവിടുന്ന് തകർത്ത് കളയണമേ. ഇപ്പോൾ ഞങ്ങളുടെ അന്തരംഗത്തിലുള്ള എല്ലാ അന്ധകാരത്തിന്റെ കോട്ടകളെയും അവിടുന്ന് തകർക്കണമേ. വചനപ്രകാശത്തിൽ ജീവിക്കാൻ തുറവി തരണമേ. അങ്ങയുടെ വചനം ഞങ്ങളുടെ പാദങ്ങൾക്ക് വിളക്കായി മാറട്ടെ. ഞങ്ങൾക്കുള്ള സമ്പത്തെല്ലാം പങ്കുവെക്കാൻ തക്ക വിധം ഹൃദയങ്ങളെ അവിടുന്ന് വിശുദ്ധീകരിക്കണമേ. യേശുവേ സ്തോത്രം, സ്തോത്രം. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഈ തിരുലിഖിതങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ മേലും പരസ്നേഹത്തിന്റെ അരൂപി വന്ന് നിറയട്ടെ, തുറവിയുടെ അരൂപി വന്ന് നിറയട്ടെ, സ്നേഹത്തിന്റെ അരൂപി വന്ന് നിറയട്ടെ, ദാനധർമ്മത്തിന്റെ ആത്മാവ് വന്ന് ആവസിക്കട്ടെ. ഹാലലുയ്യ, ഹാലലുയ്യ, ഹാലലുയ്യ. ഉള്ളതെല്ലാം പങ്കുവെക്കാനുള്ള അഭിഷേകം മക്കൾക്കെല്ലാം സ്വർഗത്തിൽ ദാനമായി ലഭിക്കട്ടെ. ദുഷ്ടന്റെ മേലും ശിഷ്ടന്റെ മേലും ഒരുപോലെ മഴ പെയ്യിക്കുന്ന സ്വർഗസ്ഥനായ പിതാവിന്റെ അഭിഷേകം, പിതാവിന്റെ സ്നേഹം എല്ലാവരുടെ മേലും നിറയട്ടെ. സ്തോത്രം. ഹാലലുയ്യ, ഹാലലുയ്യ. യേശുവേ സ്തോത്രം. കുളക്കരയിൽ വിവശനാം തളർവാത രോഗിയാണു ഞാൻ. സഹായഹസ്തങ്ങൾ നീട്ടുവാൻ പോലും ആരുമില്ലാതെ കേഴുന്നു ഞാൻ. നിരാലംബനായി കേഴുന്നു ഞാൻ. സുഖമാക്കണേ, സുഖമാക്കണേ നാഥാ, സുഖമാക്കണേ, സുഖമാക്കണേ, സുഖമാക്കണേ
നാഥാ സുഖമാക്കണേ. വലിയ കരുണയുടെ ദൈവം ദുഷ്ടന്മാരുടെ മേലും ശിഷ്ടന്മാരുടെ മേലും ഒരുപോലെ മഴ പെയ്യിക്കുകയും സൂര്യനെ ഉദിപ്പിക്കുകയും ചെയ്യുന്ന കരുണയുടെ ദൈവം ഇതാ നമ്മുടെ മധ്യത്തിലേക്ക് വന്നിരിക്കുകയാണ്. അവിടുന്ന് ഈ ലോകത്തുള്ള സകല മക്കളോടും ഉദാരമതിയും ദയാലുവും അത്രേ. അവിടുന്ന് കൃപാലുവായ ദൈവമാണ്. അവിടുത്തെ മക്കളായ നാം എല്ലാവരും കാരുണ്യത്തോടെ പരസ്പരം ദയയോടെ ഇടപെടണമെന്ന് ആഗ്രഹിക്കുകയാണ്. നീ വിധിക്കുന്ന വിധിയാൽ തന്നെ നീയും വിധിക്കപ്പെടും. നീ അളക്കുന്ന അളവിൽ തന്നെ നിനക്കും അളക്കപ്പെടും. കൊടുക്കുവിൻ നിങ്ങൾക്കും കിട്ടും, അമർത്തി കുലുക്കി നിറച്ചളന്ന് നിങ്ങളുടെ മടിയിലിട്ടു തരുമെന്ന് പറഞ്ഞ ദൈവം ഈ നിമിഷങ്ങളിൽ സ്പർശിക്കുകയാണ്. ഈ നിമിഷങ്ങൾ ഓരോ മകനെയും മകളെ സ്പർശിക്കുകയാണ്. ഉദാരതയോടെ കൊടുക്കാൻ, ഉള്ളതെല്ലാം പങ്കുവെക്കാൻ, ദാനധർമ്മത്തിന്റെ പുത്തൻ അഭിഷേകം സകല ഹൃദയങ്ങളിലേക്കും ജീവിതങ്ങളിലേക്കും കുടുംബങ്ങളിലേക്കും ഒഴുകാൻ ഈ നിമിഷങ്ങളിൽ കർത്താവ് ഇടപെടുന്ന സമയമാണ്. ലോപനിമിത്തം ചുരുണ്ടുപോയ ഹൃദയങ്ങളെയും കൈകളെയും അവിടുന്ന് ഇപ്പോൾ സ്പർശിക്കട്ടെ. സ്വാർത്ഥ നിമിത്തം അന്ധമായി പോയ കണ്ണുകളെ അവിടുന്ന് സ്പർശിക്കട്ടെ. സഭാപ്രസംഗന്റെ പുസ്തകത്തിൽ 5:13 പറയുന്നു, സൂര്യന് കീഴെ വലിയൊരു തിന്മ ഞാൻ കണ്ടു, ധനികർ തന്റെ തന്നെ നാശത്തിനു വേണ്ടി സമ്പത്ത് ശേഖരിച്ച് കൂട്ടിവെക്കുന്നു. സൂര്യന് കീഴെ വലിയൊരു തിന്മ ഞാൻ കണ്ടു, ധനികർ തനിക്ക് വേണ്ടി തന്റെ നാശത്തിന് വേണ്ടി സമ്പത്ത് ശേഖരിച്ചു കൂട്ടിവെക്കുന്നു. പിതാവേ, ഈ നിമിഷങ്ങളിൽ സ്പർശിക്കണമേ. എല്ലാവരെയും, ദരിദ്രരെയും ധനികന്മാരെയും എല്ലാവരെയും സ്പർശിക്കണമേ. എല്ലാവരും ദാനധർമ്മം ചെയ്യാൻ, എല്ലാവരും കൊടുക്കുന്നവരാകാൻ, എല്ലാവരും തമ്മിൽ പങ്കുവെക്കുന്നവരാകാനുള്ള വലിയ സ്നേഹത്തിന്റെ കൃപ കൊടുക്കണമേ. സ്നേഹത്തിന്റെ അഭിഷേകം കൊടുക്കണമേ. സ്നേഹത്തിന്റെ അരൂപിയെ വർഷിക്കണമേ. ഹാലലുയ്യ, ഹാലലുയ്യ. കഴിഞ്ഞ കാലങ്ങളിൽ ദരിദ്രരെ അവഗണിച്ച്, ദരിദ്രരോട് മുഖം തിരിച്ച്, ദരിദ്രരോട് നേരെ കണ്ണടച്ച്, അവരുടെ ആവശ്യത്തിന് കണ്ണടച്ച് ശാപത്തിന്റെ മേൽ ശാപം കുന്നുകൂട്ടിയ എല്ലാ കുടുംബങ്ങളെയും എല്ലാ വ്യക്തികളെയും ഈ രാത്രി അവിടുന്ന് സ്പർശിച്ച് ശാപക്കെട്ടുകളിൽ നിന്ന് വിടിവിക്കണമേ. അനുതാപം നൽകണമേ, പശ്ചാത്താപം നൽകണമേ, പുതിയ ജീവിത വഴികൾ തുറന്നു കൊടുക്കണമേ. കുടുംബങ്ങളുടെ മേലുള്ള കെട്ടുകൾ അഴിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലലുയ്യ, ഹാലലുയ്യ. കർത്താവെ, സമ്പത്തിന്റെ മേഖല അനുഗ്രഹിക്കണമേ. സമ്പത്തിന്റെ മേഖല അനുഗ്രഹിക്കണമേ. ദരിദ്രർക്ക് ദാനം ചെയ്യുന്നതിന് കർത്താവിനാണ് കടം കൊടുക്കുന്നത്. അവിടുന്ന് ആ കടം വീട്ടും എന്ന വചനപ്രകാരം ധാരാളം ശേഖരിക്കുവാൻ, ധാരാളം സ്വീകരിക്കുവാൻ, ധാരാളം കൊടുക്കുവാൻ എല്ലാവർക്കും അഭിഷേകം നൽകിക്കൊണ്ടിരിക്കണമേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. സുഖമാക്കണേ നാഥാ, സുഖമാക്കണേ, സുഖമാക്കണേ, സുഖമാക്കണേ നാഥാ, സുഖമാക്കണേ. എൻ്റെ പേര് സുനിൽ. ഞാൻ 3-4 വർഷമായിട്ട് ഈ കണ്ണ് ഞരമ്പ് ഇങ്ങനെ അടിച്ച് കണ്ണിടയ്ക്കിടയ്ക്ക് വെട്ടുമായിരുന്നു. പിന്നെ 10 വർഷത്തിലധികമായിട്ട് കാലിൻ്റെ പേശികൾ കുറച്ച് നടക്കുമ്പോഴേക്കും വലിഞ്ഞ് മുറുകണ അനുഭവം ഉണ്ടാവുമായിരുന്നു. അപ്പോൾ അത് കാരണം ഭയങ്കര മാനസികമായിട്ടുള്ള ഭയം അനുഭവപ്പെട്ടിരുന്നു. പിന്നെ കാലിൻ്റെ പാദങ്ങളിലെ വിരലുകളിലൊക്കെ അലർജി വന്ന് കാല് ഇങ്ങനെ ചൊറിഞ്ഞു പൊട്ടുന്ന അസുഖം ഉണ്ടായിരുന്നു. ഇത് മൂന്നും ഇവിടെ ഈ സഹ്യം ധ്യാനത്തിൽ വെച്ച് പൂർണ്ണമായും സൗഖ്യപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഈ സഹോദരൻ്റെ കണ്ണിൻ്റെ ഭാഗത്തായിട്ട് ഞരമ്പ് പിടയ്ക്കുന്ന അനുഭവം ഉണ്ടായിരുന്നു. എന്നാൽ അതിവിടെ വന്ന് ധ്യാനത്തിൽ സംബന്ധിച്ചതിന് ഫലമായി കർത്താവ് സുഖപ്പെടുത്തി. അതുപോലെ കാലിൽ വളങ്കടി പോലെ അലർജിയുടെ രോഗമുണ്ടായിരുന്നു. എന്നാൽ ഇവിടെ വന്ന് ധ്യാനം കൂട്ടിയതിന് ഫലമായി കർത്താവ് ആ അലർജി രോഗം പൂർണ്ണമായും തൊട്ട് സുഖപ്പെടുത്തി. ഇപ്പോൾ കാലിലെ അലർജിയും വ്രണങ്ങളും എല്ലാം കർത്താവ് പൂർണ്ണമായും സുഖപ്പെടുത്തിയിട്ടുണ്ട്. കാലത്ത് കാണിക്കാവോ? കണ്ണിൻ്റെ രോഗവും കാലിൻ്റെ അലർജി രോഗവും മാറ്റി അനുഗ്രഹിച്ച കർത്താവിന് കരമടിച്ച് നമുക്ക് സന്തോഷത്തോടെ നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ.
പേര് ബിനോയി. തൃശ്ശൂർ രൂപതയിലെ ചേലക്കര ഫൊറോന പങ്ങാരപ്പള്ളി ഇടവകയിലുള്ള അംഗമാണ് ഞാൻ. എനിക്ക് 1.5 വർഷമായിട്ട് പൈൽസിൻ്റെ അസുഖം ഉണ്ടായിരുന്നു. ബ്ലഡ് പോകുന്ന അസുഖമായിരുന്നു. മുട്ടയൊന്നും കഴിക്കത്തില്ലായിരുന്നു. ഇവിടെ സഖിയോൻ ധ്യാനകേന്ദ്രത്തിൽ വന്ന് ആദ്യത്തെ 2 ദിവസം മുട്ടയായിരുന്നു. അത് കഴിച്ചു. ഞാൻ വിശ്വാസത്തോടെ കഴിച്ചു. എനിക്ക് ഇതുവരെ ഒരു കുഴപ്പവും സംഭവിച്ചില്ല. യേശുവെ നന്ദി, യേശുവെ സ്തുതി.